ഡോക്ടർ, എന്റെ മോൾക്ക് ലങ്സിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അത് സക്ക് ചെയ്ത് കളഞ്ഞു. ഇനി പേടിക്കാനൊന്നുമില്ല. ബോധം തെളിയുന്നതുവരെ ICUവിൽ കിടക്കട്ടെ. എന്തായാലും ഒരു 24 hours ഒബ്സർവേഷൻ വേണ്ടി വരും. ഡോക്ടർ എന്റെ മോളെ ഒന്ന് കണ്ടോളൂ. ഇതാ 7000 ഉണ്ട്. ഇതുവരെ പണം കടം തരാനൊരു ധൈര്യം ഉണ്ടായിരുന്നു. സുജയ്ക്കൊരു ജോലി ഉണ്ടായിരുന്നല്ലോ. ഇതിപ്പോ സാരമില്ല, കാര്യം നടക്കട്ടെ. ശ്രീകുമാറെ, മോക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ പേടിക്കാനില്ല. പേവാർഡിലേക്ക് മാറ്റി. ഇവിടുത്തെ ബില്ലൊക്കെ കുറുപ്പേട്ടനോട് ചോദിച്ചു, പൈസ കിട്ടി. ശ്രീയേട്ടനപ്പോ കോംപ്രമൈസ് ചെയ്യാൻ പഠിച്ചു. ആവശ്യം വന്നാ ആരുടെ മുന്നിലും കൈ നീട്ടാം. ഞാനും കോംപ്രമൈസ് ചെയ്യാൻ തീരുമാനിച്ചു. എന്റെ വീട്ടിൽ അറിയിച്ചിട്ടുണ്ട്. നീ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങൾക്കെല്ലാം വഴിയെ മനസ്സിലായിക്കോളൂ. ഞാൻ വന്നത് എൻ്റെ മകളെ കൂട്ടിക്കൊണ്ടു പോകാനാ. എന്നെ ധിക്കരിച്ച് നിന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ഞാൻ തീരുമാനിച്ചതാ ഇനി അവളെ എൻ്റെ വീടിന്റെ പടിക്കകത്ത് കയറ്റില്ലാന്ന്. പക്ഷേ ഇപ്പൊ ടോമിയാ നിർബന്ധിച്ചത് തിരിച്ചു വിളിച്ചുകൊണ്ടുവരാൻ. പിന്നെ ഞാനും ആലോചിച്ചു, എൻ്റെ മോക്കിങ്ങനെ ഒരു നട്ടലില്ലാത്ത കുശിനിക്കാരൻ ഭർത്താവ് വേണ്ടെന്ന്. ഡാ, നിന്റെ ഈ കുശിനിപ്പണി ചെയ്യുന്നവർ എൻ്റെ വീട്ടിൽ 4. അവർക്ക് പോലും അന്തസ്സായിട്ട് ജീവിക്കാൻ നല്ലൊരു വരുമാനമുണ്ട്. എൻ്റെ മോടൊരു തലയിലെടുത്ത് അന്നാ ടോമിയും കൂടെ കൂട്ടുന്നു. ടോമി 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 അവൻ ഒറ്റൊരുത്തിനെതിരൊക്കെ കാരണം. എന്റെ കുടുംബത്തിന്റെ മനസ്സമാധാനം കളഞ്ഞ അവനാ. സുജ ജോലി രാജിവെക്കാൻ പോലും കാരണം അവനാ. എന്ത് പറഞ്ഞാലൊരു ടോമി. നാണയില്ല നിനക്കിത് പറയാൻ? ജോലി രാജിവെച്ചു. നിനക്കെന്തായിരുന്നു ജോലി? അടുക്കള പണി. നിന്റെ ഭാര്യയും കുഞ്ഞിനെ നോക്കാൻ പ്രാപ്തിയായിട്ട് ആണുങ്ങളെ പോലെ വാ. അന്ന് അവള് വരുമെങ്കിൽ വിളിച്ചോണ്ട് പോ. നിങ്ങൾ വിളിച്ചു നോക്ക്, അവള് വരുന്നുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോ. അവള് വരും. അവള് ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ ചെയ്തിരുന്നു. വൈകിയാണെങ്കിലും അവൾക്ക് ബുദ്ധി ഒന്നും. അമ്മേ, നമ്മള് വല്യപ്പച്ചന്റെ വീട്ടിലേക്ക് പോവാ. അപ്പൊ അച്ഛൻ വന്നില്ലേ? അച്ഛൻ കുറച്ചു ദിവസം കഴിഞ്ഞു വന്നോളൂ. സുജ നീ? ഞാനും മോളും പോവാ ശ്രീയേട്ടാ. ഒറ്റയ്ക്കാവുമ്പോ ശ്രീയേട്ടന്റെ കാര്യങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ നടന്നോളൂ. അച്ഛാ, ഞങ്ങള് വല്യപ്പച്ചന്റെ വീട്ടിലേക്ക് പോവാ. അച്ഛൻ എന്താ വരാത്തെ? മോളെ തടയരുത്. മോള് വല്യപ്പച്ചന്റെ അടുത്തേക്ക് ചെല്ല്. അച്ഛാ, ടാറ്റാ. മോള് വാ. സുജയ് പ്ലീസ്. ഒരുപാട് ആലോചിച്ചു. ഇതാ ശരി. വരട്ടെ. കുറിപ്പേട്ടോ, എങ്ങനെയുണ്ടാ? പ്രാവശ്യം രാവിലെ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പൊ തുടങ്ങാലോ. ഭാര്യമാരില്ലാത്ത ഭർത്താക്കന്മാരുടെ ബാച്ചിലേഴ്സ് പാർട്ടി എന്തായിരുന്നു?
പാചക ക്ലാസ്, അടിപ്പാവാട ഉണക്കല്. എന്നാൽ ഈ സുജയ്ക്ക് എന്തിന്റെ കേടാ? എന്തു കുറവുണ്ടായിട്ടാ? ശ്രീകുമാറിനെ പോലൊരു ഭർത്താവിനെ കിട്ടണമെങ്കിലേ സുഹൃതം ചെയ്യണം. എടി, ആണുങ്ങളെ പോലെ ജീവിക്കണം, അല്ലാതെ അടുക്കള കയറി നിരങ്ങി. ശ്ശോ, എനിക്ക് ആ ശ്രീകുമാറിന്റെ കാര്യം ഓർക്കുമ്പോഴാ വിഷമം. ശ്രീകുമാറെ, സ്വന്തം ഭാര്യയും മോളും ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഇറങ്ങി പോവുക എന്ന് പറഞ്ഞാൽ അതിന്റെ വിഷമം ശരിക്കും മനസ്സിലാക്കിയവനാണ് ഞാൻ. പിന്നെ ആലോചിച്ചു നോക്കുമ്പോ സുജ പോയതിലും തെറ്റു പറയാൻ പറ്റില്ല. ആർക്കും ഒരു വരുമാനം ഇല്ലാതെ എങ്ങനെയാടാ ജീവിക്കുന്നത്? ഞാനിപ്പോ എന്ത് ചെയ്യണമെന്ന് അച്ചായൻ പറയുന്നത്? ചെയ്യാൻ നീ തയ്യാറാണെങ്കിൽ നിനക്ക് ഞാനൊരു ജോലി ശരിയാക്കി തരാം. അല്ലലില്ലാതെ കാര്യങ്ങൾ നടക്കാൻ 10 ചക്രം കയ്യിൽ വരുമ്പോൾ പ്രശ്നങ്ങളൊക്കെ തീരും, അവളും മോളും തിരിച്ചു വരും. ആ വരൂടാ, പക്ഷേ ഒരു കണ്ടീഷൻ. നീ എങ്ങനെയെങ്കിലും എന്റെ റോസമ്മയെ തിരിച്ചു കൊണ്ടുവരണം. മോനെ, തലവണ കെട്ടിപ്പിടിച്ച് കിടന്ന് മടുത്തടാ. അച്ചായ, റോസമ്മയെ തിരികെ കൊണ്ടിരുന്ന കാര്യം ഞാൻ ഏറ്റു. എന്നാ ഇനി ഞാൻ നിന്നോടൊരു സത്യം പറയട്ടെ. എടാ, എന്റെ പ്രേമവും ആ കുട്ടിയും മഴയും ഒക്കെ വെറും പുളുവായിരുന്നടാ. നീ ഹിറ്റ്ലർ സിനിമ കണ്ടിട്ടില്ലേ? അതിലെ മഴ സീൻ ഓർമ്മ വന്നപ്പോ വെള്ളപ്പുറത്ത് വെച്ച് കാച്ചിപ്പോയതാടാ. അതല്ലേ പറഞ്ഞു ഇതുവരെ. വെള്ളം അടിക്കുമ്പോ ഓരോ ഭാവനകൾ. വണ്ടി അങ്ങോട്ട് പാർക്ക് ചെയ്യാം. രമേശ, എടാ നോക്കണം, നമ്മുടെ പാചകാധ്യാപകൻ പുതിയ വേഷത്തില്. പാചകം നിർത്തി പാറാവായ. ഡേയ്, നിനക്ക് കിട്ടിയതൊന്നും പോരെ? നിനക്ക് ഞാൻ തരാട്ടാ. ചെല്ലേ. അല്ല സാറേ, സാറിന് പുതിയ ജോലിയൊക്കെ കിട്ടിയ. എന്തായാലും സാറിന് ഈ വേഷം നന്നായിട്ട് ചേരുന്നുണ്ട്, അല്ലടാ വിനു? അതെ അതെ അതെ. രമേശ, ഈ വായനശാലയുടെ മുമ്പിൽ ഇങ്ങനെ വായും കയറി നിൽക്കാതെ നീ അങ്ങോട്ട് പോരെ. എനിക്ക് ഈ വേഷം ചേരുവൊന്നുമില്ല, എന്നാൽ ഇവിടെ നിൽക്കണ നിപ്പ് ആ ബാറിന്റെ മുമ്പിൽ വന്ന് നിന്നാ വൈകുന്നേരം ആകുമ്പോ 4 കാശും കിട്ടും, പറയാനൊരു പണിയാവും. വന്നേ, ഇല്ലെങ്കിൽ ഈ കാലത്ത് പെണ്ണ് കിട്ടില്ല കേട്ടോ. ആ കളി കിടക്കട്ടെ. ശരി, ഇരി മതിയായല്ലേ കളി? ആരടാ ഈ നേരത്ത്? അയ്യോ, ഇതാരും റോസമ്മ. എന്റെ ഈശോ, എന്ത് പറ്റി തിരിച്ചു വരാൻ? തെറ്റിദ്ധാരണകളൊക്കെ തീർന്നോ? മാറി നിൽക്കും മനുഷ്യ. മോളെ, നിന്ന്. എടി, എന്താ സംഭവിച്ചത്? ശ്രീകുമാരങ്ങൾ വന്നിരുന്നു. മമ്മിയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. പപ്പയുടെ ഒരു പുളു, മുഴുവനും പച്ചക്കള്ളം. എടി റോസമ്മേ, ക്ഷമിക്കടി. അന്ന് വെള്ളപ്പുറത്ത് പറഞ്ഞു പോയതാടി. കള്ള് തലയ്ക്ക് പിടിച്ച വെച്ച് കീറിക്കൊള്ളും, വെറുതെ മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കാൻ. എടി, ഹിറ്റ്ലർ സിനിമയിലെ മഴ സീൻ ഇങ്ങനെ. അതെ, ഇനി ഈ കുടുംബത്തിൽ മഴയെ പറ്റി മിണ്ടിപ്പോകരുത്. പറഞ്ഞേക്കാം. പെണ്ണുങ്ങളില്ലാതെ ഈ വീട് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? എന്റെ ഈശോയെ, ഇനി അടുക്കള ഏത് പരുവത്തിലാണാവോ? എല്ലാം വലിച്ചു വാരി ഇട്ടിട്ടുണ്ടാവും. ഞാൻ തുറന്നോളാം. ഒരു മിനിറ്റ് ഇരിക്കട്ടെ, ടിപ്പായിട്ട് കരുതിയാ മതി. കാർ അങ്ങോട്ട് മാറ്റി പാർക്ക് ചെയ്യണം. അതെ, ജാങ്ങളുടെ കളഞ്ഞ് തൊഴുത് നല്ല ടിപ്പ് കിട്ടുന്ന പണിയാ. എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു, ഞാൻ പോട്ടെ. അല്ല, ഇന്ന് താൻ അച്ചി വീട്ടിൽ പോണെന്നല്ലേ പറഞ്ഞത്? അതെവിടെയാ? കുറച്ച് ദൂരെയാ, കാഞ്ഞിരപ്പള്ളി. 1 മാസം ശമ്പളം ഞാൻ അഡ്വാൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതെയോ? അത് കിട്ടിയ സുജയ മോളെ ഇന്ന് തന്നെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വരണം. ഓ, അത് ശരി. പോട്ടെ.